പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട ഉന്നതമായ അഭിഷേകത്തിനു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങി പരീക്ഷ എഴുതിക്കൊണ്ട് പരീക്ഷയുടെ വിജയത്തിനായിട്ട് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാതാപിതാക്കളുടെയും മക്കളുടെയും ഈ വലിയ കൂട്ടായ്മയിലുള്ള പ്രാർത്ഥന സ്വീകരിച്ച് കർത്താവേ, ഞങ്ങളുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ കൂട്ടായ്മയിൽ, ഈ ശുശ്രൂഷയിൽ ഒരുമിച്ച് പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ തിരുമുമ്പിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ ശക്തമായ സാന്നിധ്യത്തിനും ഇടപെടലിനും ശക്തിക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളുടെ മക്കൾക്ക് വിജയം നൽകണമേ. അതിനെ തടസ്സപ്പെടുത്തുന്ന പിശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ, ആധിപത്യങ്ങൾ, അധികാരങ്ങൾ, അടിമത്തങ്ങൾ, ബന്ധനങ്ങൾ എല്ലാം അങ്ങയുടെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. തിരു കുടുംബത്തിന്റെ സാന്നിധ്യം യോസേപ്പിതാവ് ഇടത്തും പരിശുദ്ധമ്മ വലത്തും ഉണ്ണീശോ സമീപത്തും ആയിരുന്നു കൊണ്ട് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കട്ടെ. പരീക്ഷ എഴുതട്ടെ. വിശുദ്ധ മിഖായേൽ മാലാഖ ഞങ്ങളുടെ മക്കളുടെ മുകളിൽ സംരക്ഷണ ചിറക് വിരിച്ച് പൊതിഞ്ഞു പിടിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദിവസങ്ങളൊക്കെ പരീക്ഷ, വാല്യുവേഷൻ, ഇന്റർവ്യൂ, റിസൾട്ട്, ഈ സമയം ഒത്തിരിയേറെ പ്രാർത്ഥിച്ചോ. ഇത് വാല്യുവേറ്റ് ചെയ്ത സാറന്മാര് അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തുന്ന വ്യക്തികള്, ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് അനുകൂലമാവുകയും അവിടെയൊക്കെ ദൈവത്തിന്റെ ശക്തമായ ഒരു ഇടപെടല് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാകാൻ വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വചനമാണ്. നാം വായിക്കുന്നു. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പശ്ചാത്തല സംഭവമൊക്കെ നമുക്കറിയാം. വചനം എങ്ങനെ മാംസം ധരിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഇതെങ്ങനെ സംഭവിക്കും എന്നതിനെ കുറിച്ച് ദൂതൻ പറഞ്ഞ കാര്യമാണ്. ഇത് സംഭവിക്കാൻ വേണ്ടി അസാധ്യം. കന്യക പുരുഷനെ അറിയാതെ ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. ഇതെങ്ങനെ സംഭവിക്കും? ന്യായമായ ചോദ്യം. ആ ചോദ്യത്തിന് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ദൂതൻ കൊടുത്ത മറുപടിയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഏത് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളും സംഭവിപ്പിക്കുന്ന വലിയ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ ഇടപെടലാണ് ഇത്. നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒത്തിരി മക്കള് ഇതെങ്ങനെ ജയിക്കും, ഇതെങ്ങനെ പരീക്ഷ എഴുതും, ഇതെങ്ങനെ പാസ്സാവും, ഇതെങ്ങനെ നടക്കും, ഇതെങ്ങനെ സംഭവിക്കും, പല സംശയങ്ങൾ, ചോദ്യങ്ങൾ ഉണ്ടാകും. പക്ഷേ എല്ലാത്തിനും ഒറ്റ ഉത്തരം, അതാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മക്കളിലുണ്ട്. മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളും വാസസ്ഥലങ്ങളുമായ ഞങ്ങളുടെ മക്കൾ അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മക്കളുടെ ശരീരത്തില്, ബുദ്ധിയില്, മനസ്സില്, ചിന്തയില്, വികാരങ്ങളില്, ഓർമ്മയില്, എല്ലാ തോന്നലുകളിലും പരിശുദ്ധാത്മാവ് വരട്ടെ, വന്ന് നിറയട്ടെ. അത്യുന്നതന്റെ ശക്തി. അച്ഛൻ പറയാറുണ്ടല്ലോ, നമ്മുടെ മക്കൾ പരീക്ഷ എഴുതേണ്ടത്, നമ്മുടെ മക്കൾ പഠിക്കേണ്ടത് സ്വാഭാവികമായ ശക്തി കൊണ്ടല്ല, പിന്നെയോ അതിസ്വാഭാവികമായ അത്യുന്നത ശക്തിയാൽ നിറയപ്പെട്ട് മക്കൾ പഠിക്കണം. ആ ശക്തിയാൽ തന്നെ പരീക്ഷ എഴുതണം. ആ ശക്തിയാൽ തന്നെ മറ്റ് പരീക്ഷാനന്തരമായ വാല്യുവേഷനും എല്ലാ മാർക്കിടലും എല്ലാ വിജയവും ആ ശക്തിയാൽ തന്നെ നയിക്കപ്പെടണം. അതുമായിട്ട് ബന്ധപ്പെട്ട വാല്യുവേറ്റ് ചെയ്യുന്ന സാറുമാര്, അതുമായിട്ട് ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൂട്ടല്, എല്ലാ റിസൾട്ടുകളും അത്യുന്നത ശക്തിയാൽ നിറയപ്പെട്ട് നയിക്കപ്പെടണം. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച മക്കളെ. ചെറിയ ഇടപെടല് വേറെ ഉണ്ടായാൽ മതി, കംപ്ലീറ്റ് തകിടം മറിയും. ചില മക്കൾ പറയും, എല്ലാം പഠിച്ച് എല്ലാം എഴുതിയിട്ടും അച്ഛാ തോറ്റുപോയി. അത് വാല്യുവേറ്റ് ചെയ്ത വ്യക്തി പിന്നെന്താ പറയാ, റീവാല്യുവേഷൻ ഇല്ല, റീകൗണ്ടിങ് ഉള്ളൂ. ഈ റീകൗണ്ടിങ്ങും കൗണ്ടിങ്ങും ഒക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാ. വാല്യുവേഷൻ
നല്ലൊരു മൂഡിലല്ലെങ്കിൽ ചിലപ്പോ ആ പുള്ളി ഒക്കെ വിട്ടിട്ടേക്കാം. അങ്ങനെ സംഭവം ഉണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെയൊക്കെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനും അത്യുന്നത ശക്തിയാൽ നിറയപ്പെടാനും നിയന്ത്രിക്കപ്പെടാനും നമ്മുടെ മക്കളുടെ പരീക്ഷാ മേഖലകളെ എന്താ പറയുക, പഠനം മുതൽ റിസൾട്ട്, ഉന്നതമായ റിസൾട്ട് വരുന്നതുവരെ ഈ രണ്ട് അഭിഷേക ശക്തി മക്കളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട അധ്യാപകരിലും വാലുവേറ്റേഴ്സിലും എല്ലാവരിലും നിറയപ്പെടണം. അങ്ങനെ ആ വലിയ അസാധ്യമെന്ന് തോന്നിപ്പിക്കുന്നത് പോലും സാധ്യമാക്കിക്കൊണ്ട് കർത്താവിന് ശക്തമായ ഇടപെടല് നമ്മുടെ മക്കളുടെ പരീക്ഷയിലും അവരുടെ വിജയത്തിലും നമുക്ക് കാണാൻ ഇടയാകട്ടെ. അതിനുവേണ്ടി ദിവസങ്ങളൊക്കെ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മക്കളുടെ മേൽ വരട്ടെ, അത്യുന്നത ശക്തി ഞങ്ങളുടെ മക്കളിൽ ആവസിക്കട്ടെ. പരിശുദ്ധാത്മാവ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെ മേൽ വരട്ടെ, അത്യുന്നത ശക്തിയാൽ എല്ലാവരും നിറയപ്പെടട്ടെ. അങ്ങനെ അസാധ്യമെന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും സംഭവിപ്പിച്ചുകൊണ്ട് ഈ രണ്ട് അഭിഷേക ശക്തിയാൽ ഞങ്ങളുടെ മക്കൾ ഉന്നത വിജയം പ്രാപിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ എല്ലാ ഇന്റർവ്യൂകളും പാസ്സാകട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട പ്ലേസ്മെന്റുകൾ നടക്കട്ടെ, ജോലി കിട്ടട്ടെ. അങ്ങനെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ശക്തിയുടെ സാന്നിധ്യങ്ങളും പ്രഘോഷകരുമായിട്ട് സാക്ഷ്യമായിട്ട് മാറാൻ ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ ദിവ്യകാന സന്നിധിയില് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാണ്. പരിശുദ്ധമ്മ നമ്മുടെ കൂടെയുണ്ട്, യോസേപ്പ് പിതാവ് നമ്മുടെ കൂടെയുണ്ട്, വചനമാകുന്ന ഈശോ നമ്മുടെ കൂടെയുണ്ട്. തിരുക്കുടുംബത്തിന്റെ വലിയ സാന്നിധ്യത്തിൽ ഇവിടെയാണ് ഈ വചനം സംഭവിച്ചത്. അതിലൂടെ, ആ മാധ്യസ്ഥതയിലൂടെ, ആ സാന്നിധ്യത്തിലൂടെ നമ്മിലും നമ്മുടെ കുടുംബത്തിലും പ്രത്യേകിച്ച് ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മുടെ മക്കളുടെ പരീക്ഷയിലും സംഭവിക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ ദിവ്യകാന സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യശോയെ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് എത്രയോ ഭാഗ്യപ്പെട്ടതാണ്. ഞങ്ങളെ സഹായിക്കുവാൻ, ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ, ഞങ്ങളെ സംരക്ഷിക്കുവാൻ, ഞങ്ങൾക്ക് വേണ്ടത് എന്താണോ അതെല്ലാം നൽകാൻ വേണ്ടി അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ഈശോ അങ്ങ് പറഞ്ഞില്ലേ, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായിട്ടുണ്ടാകാനും വേണ്ടിയാണെന്ന്. പ്രത്യേകമാം വിധത്തില് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും പ്രത്യേകിച്ചും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ജീവന്റെ സമൃദ്ധിയില് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ എന്നങ്ങ് പറഞ്ഞില്ലേ, ഈ അസാധ്യമായത് എങ്ങനെ സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് പരിശുദ്ധ അമ്മയോട് ദൂതൻ പറഞ്ഞ ആ വലിയ വചനത്തിന് സത്യം ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബത്തിലും സംഭവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈശോയെ, ഏറ്റവും പ്രത്യേകമാവിധം പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് വരട്ടെ. അവരിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ശരീരത്തിലേക്ക്, ബുദ്ധിയിലേക്ക്, മനസ്സിലേക്ക്, ചിന്തയിലേക്ക്, ഓർമ്മകളിലേക്ക് എല്ലാം വന്ന് നിറയട്ടെ. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. അത്യുന്നതന്റെ ശക്തി ഞങ്ങളുടെ മക്കളുടെ മേൽ ആവസിക്കട്ടെ. ശിരസ് മുതൽ പാദം വരെ ഞങ്ങളുടെ മക്കളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്യുന്നതന്റെ ശക്തി ഞങ്ങളുടെ മക്കളിൽ ആവസിക്കട്ടെ. ഉന്നതമായ അഭിഷേകത്താൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, ഈശോയെ അങ്ങയുടെ ശക്തിയാൽ നിറഞ്ഞ് ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതട്ടെ. ഞങ്ങളുടെ മക്കൾ വിജയിക്കട്ടെ. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് പോലും അസാധ്യം, ഈ വിഷയം ഞാൻ ജയിക്കോ, സാധ്യമല്ല, അത് പഠിക്കാൻ പറ്റില്ല, പരീക്ഷ എഴുതാൻ പറ്റില്ല, അങ്ങനെയുള്ള അസാധ്യമെന്ന് തോന്നുന്ന വിധത്തിൽ ഭയം, സങ്കടം, നിരാശ, സംശയം ഇതെല്ലാം മാറിപ്പോകട്ടെ. അതുപോലെ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് പരിശുദ്ധമ്മ സമർപ്പിച്ചു ഈ വചനത്തിന് മുമ്പിൽ. അതുപോലെ ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കൾ ഉണ്ടെങ്കിൽ മക്കളെ മാതാവിനെ പോലെ നിങ്ങൾ സമർപ്പിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഇതാ ഈ അവസ്ഥ, ഈ സംശയം, ഈ ഭയം ഞാനിതാ സമർപ്പിക്കുന്നു. എനിക്കറിയാം പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നാൽ
അത്യുന്നത ശക്തി എന്നെ മേൽ ആവസിച്ചാൽ എനിക്കത് സാധിക്കും. ദൈവത്തിനൊന്നും അസാധ്യമല്ല. സമർപ്പിച്ച് പ്രാർത്ഥിച്ച മക്കളെയും സമർപ്പിച്ച മാതാപിതാക്കളും ഇതേ അഭിഷേകത്തിന് വേണ്ടി വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പരീക്ഷ എഴുതുന്ന മക്കള്, നമ്മുടെ ബന്ധപ്പെട്ട മേഖലകള്, ഇന്റർവ്യൂ, ടെസ്റ്റുകള്, പ്രോജക്റ്റുകള്, അതിന്റെ സബ്മിഷൻ, അതിന്റെ ഡയറക്ടേഴ്സ്, മോഡറേറ്റേഴ്സ്, ഇവാലുവേറ്റ് ചെയ്യുന്നവര്, എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താൽ നിറഞ്ഞ്, അത്യുന്നതന്റെ ശക്തിയാൽ നിറഞ്ഞ്, അതിസ്വാഭാവികമായ കൃപകളാലും സ്വർഗത്തിന്റെ സഹായത്താലും നിറഞ്ഞ് ഞങ്ങളുടെ മക്കളുടെ പരീക്ഷാ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ സന്തോഷത്തിലേക്കും വിജയത്തിലേക്കും സമാധാനത്തിലേക്കും കടന്നു വരുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മ ശക്തിയാൽ, അത്യുന്നത ശക്തിയാൽ ഞങ്ങളുടെ മക്കളുടെ പഠനം വിജയകരമായി പൂർത്തീകരിക്കപ്പെടട്ടെ. അങ്ങനെ ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളും ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ രണ്ട് അഭിഷേകം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി ആവസിക്കും. ഈ രണ്ട് അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച മക്കളെ ഈശോ അനുഗ്രഹിക്കുന്നു. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യോയെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെല്ലാവരും, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് അത്യുന്നത ശക്തിയാൽ ആവസിക്കപ്പെട്ട് പരീക്ഷ എഴുതി ഉന്നത വിജയം കൈവരിക്കട്ടെ. നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.